നമസ്കാരം. കോഴിക്കോട് പെരുമണ്ണ മുണ്ടുപാലത്തെ വാടക വീട്ടിൽ ഇരിങ്ങല്ലൂർ പുല്ലൂക്ക് ചാലിൽ ഷെരീഖ് അഹമ്മദ് എന്ന 36-കാരൻ മരിച്ച സംഭവം ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിയിക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു. ശരീരത്തിൽ യാതൊരു വിധത്തിലുള്ള ബാഹ്യമുറിവുകളോ രക്തക്കറയോ ഇല്ലാതെയിരുന്നതിനാൽ പോലീസിനെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരെയും ഒരുപോലെ പ്രശ്നത്തിലാക്കിയ മരണത്തിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുണ്ടായത്. ഷെരീഖിന്റെ കഴുത്തിനേറ്റ കടുത്ത പരിക്കും കഴുത്തിൽ ശക്തിയായി അമർത്തിയപ്പോഴുണ്ടായ ആന്തരിക ക്ഷതങ്ങളുമാണ് മരണത്തിന് കാരണമായതെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ വ്യക്തമായി. ഇതോടെ സംഭവത്തിൽ നിലവിൽ കസ്റ്റഡിയിലുള്ള ഷെരീഖിന്റെ അടുത്ത സുഹൃത്തും ഒളവണ്ണ ഇരിങ്ങല്ലൂർ സ്വദേശിയുമായ അഷ്റഫിനെ കേസിൽ പ്രധാന പ്രതിയായി ചേർക്കുമെന്ന് പന്തീരങ്കാവ് പോലീസ് ഔദ്യോഗികമായി അറിയിച്ചു. തിങ്കളാഴ്ച രാത്രിയോടെയാണ് പോലീസിനെ പോലും തികച്ചും അമ്പരപ്പിച്ചുകൊണ്ട് പ്രതിയായ മുഹമ്മദ് അഷ്റഫ് പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തി കീഴടങ്ങിയത്. താൻ തന്റെ സുഹൃത്തിനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പെരുമണ്ണ പുത്തൂർ മഠത്തിന് സമീപമുള്ള മുണ്ടുപാലത്തെ വാടക വീട്ടിൽ കിടക്കുന്നുണ്ട് എന്നുമായിരുന്നു ഇയാൾ പോലീസിന് നൽകിയ പ്രാരംഭ മൊഴി. സ്റ്റേഷനിൽ ലഭിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പോലീസ് സംഘം സംഭവ സ്ഥലത്തേക്ക് കുതിച്ചെത്തുകയും അടച്ചിട്ട വീട്ടിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ഷെരീഖിന്റെ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു. എന്നാൽ തുടർന്ന് ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി നടത്തിയ വിശദമായ പരിശോധനയിൽ മൃതദേഹത്തിൽ ചോരപ്പാടുകളോ കഠിനമായ മുറിവുകളോ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇതാണ് കേസിൽ വലിയ ദുരൂഹത സൃഷ്ടിച്ചതും അന്വേഷണ സംഘത്തെ സംശയത്തിലാക്കിയതും. തുടർന്ന് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി പോലീസ് അഷ്റഫിനെ അപ്പോൾ തന്നെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്ന സമയത്ത് ഷെരീഖിന്റെ കഴുത്തിൽ പിടിച്ചമർത്തിയ പോലെയുള്ള വളരെ നേരിയ അടയാളങ്ങൾ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. കൂടാതെ കൊലപാതകം നടന്ന മുറിയിൽ നിന്നും സ്റ്റീലിന്റെ ഒരു വടിയും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്കായി കണ്ടെടുത്തിരുന്നു. വൈകുന്നേരം 3:30 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതോടെയാണ് കഴുത്തിനേറ്റ ആന്തരിക ക്ഷതങ്ങളും ശ്വാസമുട്ടലുമാണ് മരണത്തിനിടയാക്കിയതെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞത്. കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് അഷ്റഫും ഷെരീഖും മുണ്ടുപാലം സരിഗ ബസ് സ്റ്റോപ്പിന് സമീപത്തെ ഈ വാടക വീട്ടിൽ എത്തിയത്. ഇരുവരും ഒന്നിച്ചിരുന്ന് കനത്ത അളവിൽ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ അഷ്റഫ് സമ്മതിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചതിന് ശേഷം ഇരുവരും തമ്മിൽ ചില വ്യക്തിപരമായ കാര്യങ്ങളെ ചൊല്ലി കടുത്ത തർക്കവും വാക്കുതർക്കവും ഉണ്ടാവുകയും അതോടൊടുവിൽ കയ്യേറ്റത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയുമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അനുമാനം. ഇരുവരും വാടകയ്ക്ക് താമസിച്ചിരുന്ന മുണ്ടുപാലത്തെ വീടിനെയും അവിടെയുള്ള താമസക്കാരെക്കുറിച്ചും പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും വലിയ വിവരങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പകൽ സമയങ്ങളിൽ പൊതുസമൂഹവുമായി കൂടുതൽ ഇടപഴകാതെ കഴിഞ്ഞിരുന്ന ഇവർ വൈകി ജോലി കഴിഞ്ഞ് വീടുകളിലേക്ക് മടങ്ങിയെത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. അതിനാൽ തന്നെ സംഭവ ദിവസം വീട്ടിൽ നടന്ന തർക്കങ്ങളോ ബഹളങ്ങളോ അയൽവാസികളുടെ ശ്രദ്ധയിൽ പെട്ടിരുന്നില്ല.